സഹപ്രവർത്തകരെ, അവരുടെ ബന്ധുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നീണ്ട 42 വർഷങ്ങൾക്ക് ശേഷം നാം വീണ്ടും ഒരുക്കുകയാണ്. അതിനുള്ള ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ആദ്യമായി എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ പ്രതീഷിനെ വിട്ടുപോയാൽ അതൊരു മോശമായി വരും. എന്തായാലും പ്രതീഷിൻ്റെ ആത്മാർത്ഥമായ നിരന്തരമായ ഈ പ്രയത്നം കൊണ്ടാണ് ഈ കൂട്ടായ്മ ഇങ്ങനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രതീഷിൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ മരണവും അവന് കാലിലുണ്ടായ അപകടവും വളരെ ബുദ്ധിമുട്ടിച്ചെങ്കിലും എല്ലാം തരണം ചെയ്ത് ഇന്നലെ പ്രതീഷ് ഇവിടെ എത്തി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. തീർച്ചയായും പ്രതീഷിന് നന്ദി പറയാതിരിക്കാൻ വയ്യ. ഏകദേശം ഒരു 10 മാസം മുമ്പ് ഒക്ടോബർ 23-ന് പ്രതീഷ് നമ്മുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നു. നിരന്തരം പ്രയത്നിച്ച് പലരെയും ആഡ് ചെയ്യുന്നു. അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ മാസം മാസം പല ഗ്രൂപ്പ് മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഒടുവിൽ ഏതോ ഒരു ദിവസം ഒരാൾ നമ്മുടെ 81-82 ബാച്ചിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ ഓർമ്മകളൊന്ന് ശരിക്കും ബലപ്പെടുന്നത്. പലരെയും മനസ്സിലാകുന്നില്ല, പലരെയും തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ 42 വർഷം മുമ്പുള്ള ആ ഒരു സ്കൂൾ ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സ് നിറഞ്ഞു വരുന്നത്. അന്ന് നമ്മളുടെ അനുഭവപ്പെട്ട ആ കുട്ടിക്കാലം തീർച്ചയായും നമ്മൾ ഇന്നലെ കടന്നതു പോയി പോലെ തോന്നുകയാണ്. പിന്നെ ഇന്ന് ചിലരൊക്കെ നമ്മുടെ കൂടെയില്ല, ചില അധ്യാപകർ നമ്മുടെ കൂടെയില്ല. അവരുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്നു. അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊള്ളട്ടെ. പിന്നെ ഈ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ സാമ്പത്തികമായി വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത്. വളരെ ഗ്രാമീണ മേഖലയാണ്. ഞാൻ വിദ്യാസാഗരമൊക്കെ നെൽകൃഷി, പശുവും പച്ചക്കറിത്തോട്ടമൊക്കെ ആയിട്ട് വളരെ ഇന്നത്തെ കാലമാണെങ്കിൽ നമുക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ എടുത്ത് ഓൺ ചെയ്യും, ഫുഡ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും. അങ്ങനെ വളരെ സുഭിക്ഷമായിട്ടാണ് ഇന്നത്തെ വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ മിക്കവരും കഴിയുന്നത്. പക്ഷെ അന്ന് നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ നിലയിൽ എത്തിയത്. രാമേന്ദ്ര മാഷ് പറഞ്ഞ പോലെ തന്നെ കൃഷിയിടങ്ങളിൽ പോയി കൈക്കോട്ടെടുത്ത് കൊത്തി ഞാറ്റുവേലയോടൊപ്പം ഞാറ് നട്ടിട്ടും നേന്ത്രവാഴ കൃഷി ചെയ്തും ആദ്യ കടകളിൽ പോയിട്ട് വിറ്റും വീട്ടിൽ പശുവിനെ വളർത്തിയും ആ കാലഘട്ടങ്ങളിൽ നെല്ലുകുത്തി അരിയും പശുവും മോരും ഒക്കെ വളരെ നല്ല ഭക്ഷണം നമ്മൾ സമൃദ്ധമായി ആസ്വദിച്ചിരുന്നു. അങ്ങനെ നമ്മൾ വളരെ ഗ്രാമീണ മേഖലയിൽ നിന്ന് ഈ പ്ലസ് ടു ബി ഡിഗ്രി പഠിക്കാനായി മതിയിലേക്ക് വരുന്നു. ഞാൻ വിദ്യാസാഗർ, അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ നവീന്, സെക്കൻഡ് ഗ്രൂപ്പിലുണ്ടായിരുന്ന മനോഹരൻ, പവിത്രൻ, അങ്ങനെയുള്ളൊരു ബാച്ചായിരുന്നു നമ്മുടേത്. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഉൾവലിഞ്ഞ വളരെ ഭയമായിരുന്നു കുട്ടികളോട് സംസാരിക്കുന്നതും വളരെ ഒതുങ്ങി കഴിഞ്ഞിരുന്നു. അന്ന് നമ്മുടെ ഈ സ്റ്റേജിൻ്റെ പിന്നിലൊക്കെ പോയി സിഗരറ്റ് വലിക്കുന്ന ചിലരൊക്കെ നമ്മുടെ കൂട്ടുകാരെ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ചിലർ പ്രണയിക്കുന്നതൊക്കെ എന്തോ ഒരു കൗതുകമായിരുന്നു, ഭയമായിരുന്നു. പിന്നെ 2-3 വർഷത്തിന് ശേഷം നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാക്കായിട്ടുണ്ട് എന്നുള്ള വേറെ കാര്യം. അങ്ങനെ പ്ലസ് ടു ആ കാലഘട്ടത്തിൽ എനിക്ക് ഇന്നും ഓർമ്മിക്കാനുള്ളത്, എനിക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. യതീന്ദ്രൻ മാസ്റ്റർ ക്ലാസ്, രാമ മാസ്റ്റർ ക്ലാസ് ഒക്കെ ഇരിക്കുന്നത്, അതേപോലെ ഫിസിക്സ് സുകുമാരനാരുടെ, ജനാർദ്ദൻ മാസ്റ്ററുടെ ഫിസിക്സ് ക്ലാസ് ഒക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അതേപോലെ ഇംഗ്ലീഷ് ക്ലാസ്, സാറുടെ ഇംഗ്ലീഷ് ക്ലാസ്, ജയന്തി സാറുടെ, പിന്നെ മോഹന മാസ്റ്ററുടെ മലയാളം ക്ലാസ് എപ്പോഴും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. പിന്നെ ഞാനങ്ങനെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ അറിയാതെ TTC ചേർക്കുകയാണ്. അങ്ങനെ TTCക്ക് അഡ്മിഷൻ കിട്ടുന്നു. ഞാൻ ശൈലജൊക്കെ പാലയാട് TTC പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് ഇവിടെ BSc ഫിസിക്സിന് ജോയിൻ ചെയ്യുന്നു.
അങ്ങനെ പുതിയ ബിൽഡിങ്ങിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക് മാറ്റം കിട്ടി. സെക്കൻഡ് ഇയറിൽ തന്നെ എനിക്ക് പ്രൈമറി അധ്യാപകനായി ജോലി ചെയ്തു. 21ാമത്തെ വയസ്സിൽ തന്നെ ടീച്ചറായി ജോലി ലഭിച്ചു. അങ്ങനെ 12 വർഷം ഏകദേശം വി എൻ പുരുഷോത്തമല്ലിൽ ടീച്ചറായി ജോലി ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഞാൻ പ്രൈവറ്റായിട്ട് ഈ BSc ഫിസിക്സ് മാറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സിൽ ബിരുദം നേടി. കണ്ണൂർ BIT സെൻറ്ററിൽ നിന്ന് സെഷണൽ B.Ed നേടി. അങ്ങനെ ഒരു 5 വർഷത്തിന് ശേഷം ഹൈസ്കൂൾ അധ്യാപകനായി പ്രൊമോഷൻ ലഭിച്ചു. വീണ്ടും ഞാൻ പഠനം തീർന്നു. എൻ്റെ സ്വന്തം പൈസ കൊണ്ട് തന്നെ ഞാൻ പഠനം അല്ലെങ്കിൽ ഒരു വാശിയായിരുന്നു, പഠനം തുടർന്നു. അങ്ങനെ MSc കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc പൂർത്തിയാക്കി. അങ്ങനെ വീണ്ടും ഹയർ സെക്കൻഡറിയിലേക്ക് പോണ്ടിച്ചേരിയിൽ പ്രൊമോഷൻ ലഭിച്ചു. 3 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് മാഹിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. മാഹിയിൽ പള്ളൂരുമായി ഒരു 10 വർഷത്തോളം ഹയർ സെക്കൻഡറി ടീച്ചറായി. 2023 ജനുവരിയിൽ പോണ്ടിച്ചേരിയിലേക്ക് വൈസ് പ്രിൻസിപ്പളായി പ്രൊമോഷൻ ലഭിച്ചു. എൻ്റെ ഭാര്യയും ടീച്ചറാണ്, ഹയർ സെക്കൻഡറി ഫിസിക്സ് ടീച്ചറാണ്. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മകള് അവിടെ പോണ്ടിച്ചേരിയിൽ MBBS സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മകൻ IIT പാലക്കാട് നിന്ന് പൂർത്തിയാക്കി സിംഗപ്പൂരിൽ NTU PhD ചെയ്യുന്നു. എന്നെ ഈ നിലയിൽ എത്തിച്ചതിൽ, എൻ്റെ ഈ നേട്ടത്തിന് പിന്നിൽ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടുള്ള ഇതിൻ്റെ മാഷ് രാമൻ മാഷ് ഇംഗ്ലീഷ് സാറിനോടുള്ള കടപ്പാട്, എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ നിങ്ങളോട് എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. എന്നോട് ആ കാലഘട്ടത്തിൽ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിക്കുന്നതാണ് ABVP SFI സംഘർഷം. അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ആവേശത്തിൽ അതിലൊരു പാർട്ടിയിൽ ചേർന്നിരുന്നു. ഞാൻ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോഴാണ് 2 ഭാഗത്തുള്ള ഗഡാഗഡിയന്മാർ തമ്മിലുള്ള ABVP SFIയിലെയും സംഘർഷം. ആ കാലഘട്ടത്തിൽ ഞാനും അതിലെ ഒന്നിൽ പിന്നിലുണ്ട്, ആവേശത്തിൽ ചേർന്നതാണ്. എന്നെ വേണമെങ്കിൽ ഇത്രയായിട്ട് എന്നെ വേണമെങ്കിൽ വിളിച്ചിട്ട് താഴെ ഇടാനുള്ള പോലും അവസരം ഉണ്ടായിരുന്നു. അത് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മ, അവരെയും എല്ലാവരെയും ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അതേപോലെ ഇന്ന് ഈ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഗുരുനാഥന്മാരെ സ്മരിച്ചുകൊണ്ട് അവർക്ക് എനിക്ക് നൽകിയ എൻ്റെ ഈ നേട്ടത്തിന് പിന്നിൽ അവരോട് കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇന്നും നാളെയും നമ്മുടെ ജീവിതപാതയിൽ ഈ കൂട്ടായ്മ കൂടുതൽ കരുത്തോടെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഞാൻ ഇവിടെ വിദ്യാർത്ഥി മാത്രമല്ല, ദീർഘകാലം ഈ JNVHSൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അധ്യക്ഷൻ അനിൽ പരാമർശിച്ച നമ്മൾ ഇന്നത്തെ ഈ തലമുറയിലെ ഈ വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ വകയായി എന്തെങ്കിലും അവർക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു ഉപകാരം തീർച്ചയായും നമ്മൾ സമർപ്പിക്കണം. അതെന്തായി കഴിഞ്ഞാലും നിങ്ങൾ തീരുമാനിക്കുക. വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന, അവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകുന്ന ഒരു ഉപകാരം. ഇപ്പോൾ നേരത്തെ PTA മീറ്റിങ്ങിൽ അവർ ഉന്നയിച്ച, ഏകദേശം 10 വർഷം മുമ്പേ ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ PWDയിൽ ഉന്നയിച്ച കാര്യമാണ്. എത്രയോ കാലം പഴക്കമുള്ള ആസ്ബെസ്റ്റോസ് ഷീറ്റാണ് അവിടെ ക്യാൻറ്റീൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നത്. അത് അന്നും ലീക്കാവുന്നു, ഇന്നും ലീക്കാവുന്നു. ആ മഴക്കാലത്ത് അതിൻ്റെ മേല ഈ പഴുതാരയും ഒരു കരിമ്പുട കുഷു നിറഞ്ഞ ജീവി നിറയെ വന്ന് നിൽക്കും. അതിൻ്റെ കീഴേ നിന്നാണ് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നത്. അതാരും ഇന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാ ക്ലാസ് റൂമുകളും ടൈൽ ചെയ്തു ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ പരാമർശിച്ച പോലെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ശോചനീയ സ്ഥിതിയൊന്നുമല്ല, നല്ല റിസൾട്ടാണ് എല്ലാ വർഷവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ ക്ലാസ് റൂമുകളും നല്ല വൃത്തിയുള്ളത് തന്നെയാണ്. ഈ പുറമെ കാണുന്ന PWD എന്തോ അനാസ്ഥ കൊണ്ടാണ് പുറത്ത് കാണുന്ന ഭാഗം മാത്രം കുറച്ച് വൃത്തികേടായി പോകുന്നത്. സ്കൂളിൻ്റെ നിലവാരവും വിദ്യാഭ്യാസ നിലവാരവും ഒക്കെ നല്ല നിലയിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് അഭിമാനിക്കാം. ഞാൻ തന്നെ അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഞാൻ 1 വർഷം മുമ്പ് വരെ ഇവിടെ ഹയർ സെക്കൻഡറി മേത്സ് അധ്യാപകനായി ജോലി
നേടിയതാണ്. ഏകദേശം 29ഓളം A++2 തന്നെ നേടിയിരുന്നു. അന്ന് എല്ലാ വർഷവും അതേ നിലവാരത്തിൽ തന്നെ വിജയ ശതമാനം നിലനിൽക്കുന്നുണ്ട്. മികച്ച അധ്യാപകരാണ് പാടെടുക്കുന്നത്. നമ്മൾ രാമേന്ദ്ര മാഷ് പറഞ്ഞ കോളേജിന്റെ അനാസ്ഥയായിരിക്കാം, അല്ലാണ്ട് JNKS എന്ന വിദ്യാലയം നല്ല നിലയിൽ തന്നെയാണ് പോകുന്നത്. എൻ്റെ ഈ അപേക്ഷ എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്ത് നമ്മളാൽ കഴിയുന്ന ഒരു സേവനം ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം, നന്ദി. അവിടെ അധ്യാപകർക്ക് ഒരിക്കൽ കൂടി എൻ്റെ ആദരവ്, എൻ്റെ സ്നേഹം, എൻ്റെ നന്ദി. നമ്മുടെ ഈ പ്രായത്തിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെ അനുഗ്രഹിച്ചതിന് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു പ്രേമാനന്ദ. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. കാരണം ബ്രേക്ക് എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയി, കുറച്ച് ഗ്ലൂക്കോസും കാര്യങ്ങളും ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പണി പാടും. അപ്പം അങ്ങനെ പണി പാടാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു ബ്രേക്ക്. അതിനു മുമ്പ് നമുക്ക് പ്രേമാനന്ദന് മൊമെന്റോ ഉപകാരം ഞാൻ സമർപ്പിക്കുന്നത്. സോ നമുക്ക് ആ സദ്യ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും നിറഞ്ഞ വയറോടെ ശുഷ്കാന്തിയോടെ ആഹാര മുറിയിലേക്ക് വരിക.